നിലമ്പൂരിന്റെ സാംസ്കാരിക ഉത്സവമായ യുനെസ്കോ നിലമ്പൂർ പാട്ടുത്സവ ഷോപ്പിംഗ് ടൂറിസം ഫെസ്റ്റിവലിൽ കലാപരിപാടികളുമായി ഭിന്നശേഷി കലാകാരന്മാർ. നിലമ്പൂർ പാട്ടുത്സവത്തിന്റെ 17 വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായാണ് ഭിന്നശേഷി കലാകാരന്മാർക്ക് അവസരം നൽകിയത്. ചുങ്കത്തറ സ്നേഹതീരത്തിലെ ഭിന്നശേഷി കലാകാരന്മാരാണ് നിലമ്പൂർ ബസ് സ്റ്റാൻഡിലെ സ്റ്റേജിൽ പരിമിതികളെ മറികടന്ന് പരിപാടികൾ അവതരിപ്പിച്ചത്. ഒപ്പനയും നാടൻപാട്ടും നാടകവും കോൽക്കളിയുമൊക്കെയായി അവർ 1 മണിക്കൂറോളം സ്റ്റേജിൽ നിറഞ്ഞാടിയപ്പോൾ നിലമ്പൂർ നഗരസഭാ ചെയർപേഴ്സൺ മട്ടുമ്മൽ സലിം ഉൾപ്പെടെ കയ്യടികളുമായി സദസ്സിൽ അവരെ പ്രോത്സാഹിപ്പിച്ചു. വീൽ ചെയറുകളിൽ മറ്റുള്ളവരുടെ സഹായത്തോടെയാണ് സ്റ്റേജിലേക്ക് എത്തിയതെങ്കിലും പരിപാടി തുടങ്ങിയതോടെ അവർ നിറഞ്ഞാടി. ഭിന്നശേഷി കലാകാരന്മാരുടെ കലാപരിപാടികൾ കാണാനും അവരെ പ്രോത്സാഹിപ്പിക്കാനും സിനിമ നാടക നടി നിലമ്പൂർ ആയിഷ ഉൾപ്പെടെ വലിയ ജനക്കൂട്ടമാണ് എത്തിയത്. നിലമ്പൂർ നഗരസഭയും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും ചേർന്ന് 15 ദിവസങ്ങളിലായി നടത്തുന്ന പാട്ടുത്സവത്തിന്റെ 8ാം ദിവസമാണ് ഭിന്നശേഷി കലാകാരന്മാർക്കായി നീക്കിവെച്ചത്. നഗരസഭ വൈസ് ചെയർമാൻ അരുമ ജയകൃഷ്ണൻ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM ബഷീർ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് 18 നിലമ്പൂർ.